ഹലോ എവരിബഡി, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾക്ക് ഒരു ഫോട്ടോയിൽ നിന്നും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുമെന്നാണ്. അതിൻ്റെ സെറ്റിങ്സും അതെങ്ങനെ പ്രിൻ്റ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അഡോബ് ഫോട്ടോഷോപ്പിലാണ്. അത് നമ്മളിപ്പോൾ ക്യാമറയിലെടുത്തതാണെങ്കിലും അതുപോലെ തന്നെ മൊബൈലിലെടുത്ത ഫോട്ടോ ആണെങ്കിൽ തന്നെയും നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കാനും നമുക്ക് സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. പാസ്പോർട്ട് സൈസിന് എന്ത് മെഷർമെൻറ്റ് വേണമെന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് മെഷർമെൻറ്റ് ഫോട്ടോ സൈസ് ഇൻ സെൻറ്റിമീറ്റർ, അങ്ങനെ അല്ല, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൈസ് ഇൻ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പാസ്പോർട്ട് ഫോട്ടോ ഈസ് ടിപ്പിക്കലി 3.5 × 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഫോണിലെടുത്ത ഒരു ഫോട്ടോ ആണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഇരിക്കണതായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വേറെ ഷെയറിലിരിക്കണതായിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ആദ്യം മാറ്റണം, എന്നാലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞ ഇതുണ്ട്, ഒരു സൈറ്റ്. അതിൽ www.remove.bg, ഈ www.remove.bg എന്ന് പറഞ്ഞ സൈറ്റിൽ പോവുക. അവിടെ നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ remove.bgയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ഇമേജ് ഉണ്ട്. ആ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ ഇവിടെ കാണിച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഒരു ഫോട്ടോ അത് ഞാൻ ഇതിൻ്റെ അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ മെയിനായിട്ട് സാധാരണ കൊടുക്കാറില്ല. അതും നമുക്ക് ഇവിടെ ഈ സൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കളറുണ്ട്. പല കളറും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് പല കളർ കൊടുക്കാം. ബ്ലൂ എടുത്താൽ ബ്ലൂ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. നോർമലായിട്ട് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുകളാണ് നമ്മൾ കൊടുക്കാറ്. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് കളറുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്താൽ മതി. നമ്മുടെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവും. എന്നിട്ട് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും. ഇപ്പോൾ remove.bg എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫയൽ നെയിമാണ് ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽ എടുത്തിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തിട്ട് നമ്മുടെ ഡൗൺലോഡിൽ ആണ് കിടക്കുന്നത്. ഡൗൺലോഡ് എടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. കണ്ട, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ മെഷർമെൻറ്റിലേക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്യുക വേണ്ടത്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രോപ്പ് ടൂൾ ഉണ്ട്. ക്രോപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ മെഷർമെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ഗൂഗിളിൽ കണ്ടു 3.5 × 4.5. വേണമെങ്കിൽ വിഡ്ത്ത് 3.5ഉം ഹൈറ്റ് 4.5 ആയിട്ട് നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററും കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോന് ഒരു ബോർഡറും കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററുമാണ് കൊടുക്കാൻ പോകുന്നത്. ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ കൊടുക്കുക. എന്നിട്ട് റെസൊല്യൂഷൻ 300 കൊടുക്കുക. അത് പിക്സൽ പെർ ഇഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും 4 സെൻറ്റിമീറ്റർ ഹൈറ്റും 300 റെസൊല്യൂഷനായിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മളൊരു ഷോൾഡർ അവിടം വരെ എടുത്താൽ മതി. നമുക്ക് ഇവിടെ താഴ്ത്തുനിന്ന് മുകളിലേക്ക് ആക്കിയാൽ നമുക്ക് ആ കറക്റ്റ് വേണ്ട പൊസിഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ
മുകളിൽ ടിക്ക് ബട്ടൺ ഉണ്ട്, ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ കൂടെ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഉണ്ടാ ഇപ്പോൾ പാസ്പോർട്ട് സൈസിൻ്റെ ഒരു സൈസ് നമുക്ക് കിട്ടി, നമുക്ക് ആ ക്രോപ്പ് ചെയ്ത സംഭവം നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. ഫയൽ എടുത്തിട്ട് സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് JPEG-ലേക്ക് സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ഞാൻ SVN ആയിട്ട് കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇവിടെ ക്വാളിറ്റി 12 കൊടുക്കുക, മാക്സിമം ആണ്. അങ്ങനെ മാക്സിമത്തിൽ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക, അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഇനി അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ സേവ് ചെയ്ത് ഒന്ന് വീണ്ടും കൂടി ഓപ്പൺ ചെയ്യുക. SVN എന്നുള്ളത് നമ്മുടെ ഇത് സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിനിപ്പോൾ ഒരു ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാനായിട്ട് നമ്മുടെ ഇമേജ് മെനുവിൽ ക്യാൻവ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻവാസ് സൈസ്, ഇമേജ് മെനുവിൽ ക്യാൻവാസ് സൈസ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കാണാം. അതിന് താഴത്തെ ന്യൂ സൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ 0.5 കൊടുക്കുക, 0.5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 0.5 സെൻറ്റിമീറ്ററും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബോർഡർ വന്നിട്ടുണ്ട്. 0.5 സെൻറ്റിമീറ്ററിൽ ഒരു ബോർഡർ, വൈറ്റ് ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡറിൽ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ കൊടുക്കും. ബാക്ക് ബോർഡർ ലൈൻ ആയിട്ട് നമുക്ക് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6x4 ഇഞ്ച് പേപ്പറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ഒന്നിൽ കൂടുതൽ ഫോട്ടോസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഒരുമിച്ചാണ് പ്രിൻ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ടൂൾ ബോക്സിൽ റെക്റ്റാങ്കുലർ മാർക്കപ്പ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഫോട്ടോയുടെ ബോർഡറിന് പുറമേ ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് വിട്ടാൽ മതി. എന്നിട്ട് എഡിറ്റിൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കാണാം. ആ സ്ട്രോക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കളർ കൊടുക്കാറുണ്ട്. ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് കൊടുത്താൽ നമ്മുടെ ഈ ഫോട്ടോന് ബോർഡറായിട്ട് ഒരു ബ്ലാക്ക് ലൈൻ വരും. ഇപ്പോൾ ഈ ഇവിടെ സെലക്ഷൻ കാണുന്നുണ്ടല്ലോ, ആ സെലക്ഷൻ കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഒരു ബ്ലാക്ക് ബോർഡർ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൂം ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ലെൻസ് ബട്ടൺ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൂടെ Ctrl+ ചെയ്താൽ സൂം ചെയ്യാം. അതുപോലെ Ctrl- ചെയ്താൽ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ബോർഡർ കൊടുത്തിട്ട് ഇനി കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ലെവലുണ്ട്. ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ടുള്ള ഇതുണ്ട്. കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നെസ് കൂട്ടാം. അപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ ബ്രൈറ്റ്നെസ് കൂട്ടാനായിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേജിൽ ഈ പാസ്പോർട്ട് സൈസ് നമുക്ക് ഒരു പ്രിൻ്റ് പോരാ, നമുക്കൊരു ഒന്നിൽ കൂടുതൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പ്രിൻ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഫയൽ എടുത്തിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ 6 ഇഞ്ചസ് 4 ഹൈറ്റ്, അതും ഇഞ്ചസിൽ. എന്നിട്ട് റെസൊല്യൂഷൻ 300 കൊടുക്കുക, അതും പിക്സൽ പെർ ഇഞ്ച് കൊടുക്കുക. ഇവിടെ RGB കളറാണെന്ന് നോക്കുക, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെന്ന് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വിഡ്ത്ത് 6 ഇഞ്ചസിൽ, ഹൈറ്റ് 4 ഇഞ്ചസിൽ, റെസൊല്യൂഷൻ 300, പിക്സൽ പെർ ഇഞ്ച്, അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും. ഇനി ഈ പേജിൽ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബോർഡറൊക്കെ കൊടുത്തിട്ടുള്ള ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ കൊടുത്ത് ആ ബോർഡറുള്ള ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് രണ്ട് സ്ക്രീനിൽ ആയിട്ട് കാണാം. ഇത് മിനിമൈസ് ചെയ്തിട്ട് 2 സ്ക്രീനിലായിട്ട് കാണാം. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ഇവിടെ ആരോ കീ ബട്ടൺ ഉണ്ട്. ആരോ കീ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ടാണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ക്ലോസ് ചെയ്യുക.
ഇത് മാക്സിമൈസ് ചെയ്യുക, എന്നിട്ട് ഇത് ഒരു ഈ കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ അതായി. ഇനി ഇതിൻ്റെ കോപ്പീസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. കോപ്പി എടുക്കാനായിട്ട് നമ്മളെ ഇവിടെ ഈ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കീബോർഡിൽ കൂടെ ഓൾട്ട് കീ പ്രസ് ചെയ്യുക. ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പോയിൻ്റർ മാറും. എന്നിട്ട് ഇങ്ങനെ രണ്ട് പോയിൻ്റർ പോലത്തെ കാണും. അത് കിട്ടി കഴിയുമ്പോൾ ഓൾട്ട് വിടരുത്, ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കണ്ട. കൺട്രോൾ പ്രസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ ആ ബോർഡർ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് എന്നിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ ഇതിൻ്റെ കോപ്പി കൊടുക്കുക. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് തന്നെ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇനിയിപ്പോൾ 4 കിട്ടിയല്ലോ. ഇനിയിപ്പോൾ താഴത്തും ഇതുപോലെ 4 വേണം. 4 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പോലെ കോപ്പി ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഈ 4 കൂടി ഒരു ഗ്രൂപ്പായിട്ട് മൊത്തത്തിലാണ്ട് താഴോട്ട് കോപ്പി ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം നമുക്ക് ഈ 4 ഇതും നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണാം ലെയർ 1, ലെയർ 2, ലെയർ 3 എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓരോന്നും ഓരോ ലെയറായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ താഴെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇത് ലെയർ 1 ആയിട്ടും ഈ രണ്ടാമത്തെ ലെയർ 1 കോപ്പി, മൂന്നാമത്തെ ലെയർ 1 കോപ്പി 2, നാലാമത്തെ ലെയർ 1 കോപ്പി 3. അപ്പോൾ ഇതിൻ്റെ 3 കോപ്പീസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ലെയർ 1. അപ്പോൾ നമുക്ക് ഈ 4 ഫോട്ടോസാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അതിന് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഗ്രൂപ്പായി പോകും. അങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് ഇതേവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് ലെഫ്റ്റ് സൈഡിലൊരു കണ്ണിൻ്റെ ഒരു സിമ്പിൾ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അത് ഓഫായി പോകും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത് ഈ 4 ഫോട്ടോസാണ്. അത് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കീബോർഡിൽ കൂടെ കൺട്രോളും ഷിഫ്റ്റും ഇയും പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ ഷിഫ്റ്റ് ഇ പ്രസ് ചെയ്യുമ്പോൾ ഈ 4 കൂടി ഒറ്റ ഗ്രൂപ്പായി. നോക്കിയാൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പായി. ഇവിടെ നോക്കിയാൽ ആ 4 ഇവിടെ നോക്കുമ്പോൾ ലെയർ 1 കോപ്പി 3 ഒറ്റ ഒറ്റ ലെയറായി. അപ്പോൾ ഇനി ഇതിൻ്റെ കോപ്പി നമുക്ക് എടുത്താൽ മതി, മനസ്സിലായ? ഇതിൻ്റെ കോപ്പി ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഓണാക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും, ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ഇനി നമുക്ക് കോപ്പി എടുക്കാനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ താഴോട്ട് എടുക്കുക. താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 എണ്ണം, ഒരു പേജിൽ 8 എണ്ണം പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഒന്നുകിൽ ഇത് ഫയൽ എടുത്തിട്ട് സേവ് ആസ് കൊടുത്തിട്ട് നമുക്കൊരു PDF ഫയലായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പ്രിൻ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ PDF ഫയലായിട്ട് ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക, എന്നിട്ട് അത് പെൻഡ്രൈവിലാക്കിയിട്ട് സ്റ്റുഡിയോ കൊണ്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പ്രിൻറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ കൊടുത്തിട്ട് പ്രിൻ്റ് കൊടുത്ത് അതിന് ഫോട്ടോ ക്വാളിറ്റിയുള്ള ഗ്ലോസി പേപ്പറുകൾ ഉണ്ടായാൽ മതി. പ്രിൻ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പേജ് സെറ്റപ്പ് എടുത്തിട്ട് ഇവിടെ മെയിനിൽ ഫോട്ടോ പേപ്പേഴ്സ് ഗ്ലോസി ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ക്വാളിറ്റിയുള്ള പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു സാധാ ഫോട്ടോയിൽ നിന്നും നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഞാനത് ആദ്യം മുതൽ ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ ക്യാമറയിലോ എടുത്തൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് remove.bg ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് remove.bgയിൽ പോയിട്ട് ഇവിടെ അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു ഇമേജ് എടുക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഇവിടെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, കളർ കൊടുക്കുക, വൈറ്റ് കളർ കൊടുക്കുക, ഇത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായി ഡൗൺലോഡ് ചെയ്യുക. ഇനി ഡൗൺലോഡ് ചെയ്ത
ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരിക. ഫോട്ടോഷോപ്പിൽ കൊണ്ട് ഫയൽ എടുത്തിട്ട് ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഡൗൺലോഡ് സെക്ഷനിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ എടുക്കുക, നമുക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ കൊടുക്കുക. എത്രയാണ് നമ്മുടെ മെഷർമെൻറ്റ് ആവശ്യമുള്ളതെങ്കിൽ അത് കൊടുക്കുക. 4 സെൻറ്റിമീറ്റർ കൊടുക്കുക. റെസൊല്യൂഷൻ 300 കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. നമുക്ക് എവിടം വരെ വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഇവിടുത്തെ ടിക്ക് എടുക്കുക, അല്ലെങ്കിൽ കീബോർഡ് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഫയൽ എടുത്ത് സേവ് കൊടുക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുക, JPEG ആയിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ സേവ് ചെയ്ത് വീണ്ടും എടുക്കുക. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല എന്നിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇനിയൊരു ബോർഡറാണ് കൊടുക്കേണ്ടത്. അതിന് ഇമേജ് എടുക്കുക, ക്യാൻവാസ് സൈസ് എടുക്കുക. ക്യാൻവാസ് സൈസ് എടുത്തിട്ട് ഇവിടെ 0.5 വിഡ്ത്തും ഹൈറ്റും 0.5, ബോർഡേഴ്സിൻ്റെ വിഡ്ത്തും ഹൈറ്റും 0.5 കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബോർഡർ കിട്ടും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമുക്കൊരു എന്താണ് പറയുക, ഒരു ബോർഡർ, ബ്ലാക്ക് ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് ലൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെക്റ്റാങ്കുലർ മാർക്കപ്പ് ടൂൾ ഉണ്ട് ഇവിടെ. അത് ക്ലിക്ക് ചെയ്തിട്ട് പുറമേ കൂടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് മെനുവിൽ സ്ട്രോക്ക് ഉണ്ട്, ഒരു സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ ബ്ലാക്ക് ആണോ നോക്കുക. ബ്ലാക്ക് ആണെങ്കിൽ അത് ബ്ലാക്ക് സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബോർഡർ സ്ട്രോക്കായിട്ട് ബ്ലാക്ക് കളർ വരും. എന്നിട്ട് അത് സെലക്ഷൻ കളയണമെങ്കിൽ കീബോർഡിൽ CTRL-D പ്രസ് ചെയ്താൽ മതി, സെലക്ഷൻ പോയിട്ടുണ്ടാവും. ഇനി നമുക്കത് സേവ് ചെയ്യുക. അത്രയും സേവ് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾക്ക് 6x4 നമുക്ക് സെറ്റ് ചെയ്യണം. പേജ് 6x4 സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എടുക്കുക, ന്യൂ എടുക്കുക, വിഡ്ത്ത് 6 ഇഞ്ച് 4 ഇഞ്ച് 300 റെസൊല്യൂഷനിൽ പിക്സൽ പെർ ഇഞ്ചിൽ RGB കളറ് നമുക്ക് ഇത് ഇത്രയും നോക്കിയാൽ മതി. 6 ഇഞ്ചാണോ വിഡ്ത്ത് 6 ഇഞ്ചാണ്, ഹൈറ്റ് 4 ഇഞ്ചാണോ നോക്കുക, റെസൊല്യൂഷൻ 300 പിക്സൽ പെർ ഇഞ്ചാണോ നോക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ബോർഡറുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സ്ക്രീനും നമുക്ക് ഒറ്റ വിൻഡോയിൽ കാണാം. എന്നിട്ട് നമ്മൾ ഈ ആരോ കീ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഒരു കോർണറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഇത് മാക്സിമൈസ് ചെയ്യുക നമുക്ക് ഫുള്ളായിട്ട് കാണാനായിട്ട്. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് കീ ഇവിടെ ആരോ കീ കൊണ്ടുവന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുക. ഓൾട്ട് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഒരു കോപ്പി കിട്ടും. വീണ്ടും ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. അങ്ങനെ എല്ലാ 4 കോപ്പി കൂടെ. ഇനിയിപ്പോൾ ഈ 4 താഴോട്ട് വരാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കിയിട്ടിട്ട് ഈ 4 കൂടി ഒറ്റ ഗ്രൂപ്പ് ആക്കുക. അതിന് വേണ്ടിയിട്ട് CTRL-SHIFT-E പ്രസ് ചെയ്യുക. CTRL-SHIFT-ഉം പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 4 ഫോട്ടോസും ഒറ്റ ഗ്രൂപ്പായി. എന്നിട്ട് വീണ്ടും ഓൾട്ട് പ്രസ് ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കറക്റ്റ് കോപ്പി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 6x4 നമുക്ക് 8 ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ആദ്യം തന്നെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സാധാ ഫോട്ടോയിൽ നിന്നും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.